പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നോട്ട് പിൻവലിച്ചതു കാരണം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കേരളം വിജയകരമായി മറികടന്നിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനത്തോടെയാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. Right now in Kerala, it is a 66 paisa. It's higher. Any from the exchange. Yeah. In the whole country today, power is available at 2 from the exchange. ഡിജിറ്റൽ ഇടപാടുകൾ സംബന്ധിച്ച് നമ്മുടെ മന്ത്രി എ കെ ശശീന്ദ്രന് അവസാനം ബാക്കിയുണ്ടായിരുന്ന ചില്ലറ സംശയങ്ങൾ കൂടി തീർത്തു കൊടുത്തത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ്. ഊർജ്ജകാര്യ സഹമന്ത്രി പീയൂഷ് ഗോയൽ. Want to say something in Kerala? In Malayalam? I just want to say one more thing. I would like to compliment the people of Kerala for supporting the demonetization move and for moving more and more towards less cash economy. By and large, we have not seen any difficulty in Kerala. There was sufficient availability of resources, and a lot of the people in Kerala have moved towards less cash transactions. So a lot of people are using debit cards. A lot of people are using other means of transacting. കേട്ടില്ലേ? നോട്ട് നിരോധനത്തെ പിന്തുണച്ചതിന് കേരളത്തിലെ ജനങ്ങളെ അഭിനന്ദിക്കുകയാണ് കേന്ദ്രമന്ത്രി. രാജ്യം കാശില്ലാത്ത സമ്പദ്ഘടനയിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Because of which this country will move rapidly towards a more honest economy. I just thought I'll take this opportunity, since you all are all here, to thank the people of Kerala for their patience, support, and for moving towards a less cash economy, which is in the wider interest of the whole nation. Thank you. Thank you. The Kerala people are very mature. Very mature. രാജ്യം സത്യസന്ധമായ സമ്പദ്ഘടനയിലേക്ക് നടന്നെടുക്കുമ്പോൾ കേരളം അതിലേക്ക് ഓടിയെടുക്കുന്നു എന്നാണ് കേന്ദ്രത്തിൻ്റെ നിരീക്ഷണം. നമ്മുടെ IB ചീഫ് കുമ്മനം രാജശേഖരൻ സാറും സംഘവും നല്ല റിപ്പോർട്ട് തന്നെയാണ് കേരളത്തെക്കുറിച്ച് കൊടുത്തത് എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും നല്ല റിപ്പോർട്ട് തന്നെയാണ് കുമ്മനം സാർ കൊടുത്തിരിക്കുന്നത് എന്ന് സമാധാനിക്കാം. സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിഷ്പക്ഷമായി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ആയതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും പോലീസിൻ്റെ നേരെ തിരിഞ്ഞിട്ടുള്ളത്. കേട്ടില്ലേ? കുമ്മനം സാർ പറഞ്ഞത് കേട്ടില്ലേ? സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിഷ്പക്ഷമായി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഹ്റാജിയുടെ പോലീസ്. ഞാൻ വളരെ ഒരു ട്രഡീഷണൽ പോലീസ് ഓഫീസറാണ്. അത് എന്താ രേഖാമൂലം കിട്ടും അത് മാത്രമേ ഞാൻ പറയൂ. കാരണം അതല്ലെങ്കിൽ ഒരു കൺജക്ചറൽ ഒരു ഇമാജിനറി കാര്യങ്ങൾ പറയാനില്ല. ഞാൻ അതുകൊണ്ട് ഇന്റലിജൻസോടെ പറഞ്ഞു, ഏത് രീതിയിൽ ഇതിന്റെ ഈ തെറ്റ് വാർത്തകൾ എങ്ങനെ വരുന്നുണ്ടോ, ഇതൊരു കോൺസെപ്റ്റഡ് എഫേർട്ടാണോ അതോ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ടെങ്കിലും ഞാൻ അത് നിങ്ങൾക്ക് തിരിച്ചു ഒന്നുകൂടി വിളിച്ചിട്ട് പറയാം. കേട്ടല്ലോ? ഇനി ആരും ഇത് കേട്ടില്ല എന്ന് പറയരുത്. കേരള DGP ബെഹ്റാജ് പറയുന്നു അദ്ദേഹം ഒരു ട്രഡീഷണൽ പോലീസ് ഓഫീസറാണ് എന്ന്. പ്രൊഫഷണൽ അല്ല കേട്ടോ, ട്രഡീഷണൽ പോലീസ് ഓഫീസർ. ട്രഡീഷണൽ അതായത് പരമ്പരാഗത പോലീസുകാരൻ. ട്രഡീഷണലായി പോലീസിൻ്റെ രീതി എന്താണ് എന്നറിയാമല്ലോ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. അതാണ് ട്രഡീഷണൽ പോലീസ് രീതി. 2 കേസ് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും ജനസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒന്നുകിൽ പോലീസിൻ്റെ ഇനാക്ഷൻ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഓവർ ആക്ഷൻ. ഒന്നുകിൽ സൈലൻ്റ് ആകും, അല്ലെങ്കിൽ വയലൻ്റ് ആകും. അതാണ് പോലീസ് ചെയ്യുക എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൃത്യമായി പറയാൻ കഴിയും. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു, നമ്മുടെ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ. നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന്റെ അരാജകത്വം നിലനിൽക്കുകയാണ്.
പോലീസിന് മേൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ കടൽ തീരത്ത് വിശ്രമത്തിനെത്തിയ സ്ത്രീകളെയും കുട്ടികളുടെയും അടങ്ങുന്ന സംഘത്തിന് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ സംസ്ഥാന പോലീസിനും സംസ്ഥാന പോലീസിൽ ഭരണകൂടത്തിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ രണ്ടുപേരും ആഭ്യന്തരമന്ത്രിമാരായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അവർ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിമാരായിരുന്നു. അതിനാൽ അവർ പോട്ടെ, CPM-നും ഉണ്ടല്ലോ ഒരു മുൻ ആഭ്യന്തരമന്ത്രി. സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കർശനമായുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഓരോ കേസുകളും പരിശോധിച്ച് അതിലുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ പ്രഖ്യാപിത പോലീസ് നയത്തിനും കേരള പോലീസ് ആക്ടിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതിൻ്റെ മലയാളം തന്നെയല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞത്? സംസ്ഥാനത്ത് പോലീസ് അരാജകത്വമാണ് നിലനിൽക്കുന്നത് എന്ന്. എന്നാൽ പിന്നെ നിലവിലുള്ള ആഭ്യന്തരമന്ത്രിയോട് തന്നെ ചോദിക്കാം. കണ്ടല്ലോ, ഇതാണ് സർക്കാരിൻ്റെ പോലീസ് നയം. എഴുത്തുകാരനെതിരെ UAPA ചുമത്തിയത് ശരിയായില്ല എന്ന് സഖാവ് കോടിയേരി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രതികരണം. സഖാവ് പിണറായി വിജയനെ അറിയുന്നവരാരും ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് പോലീസ് നയത്തെ പറ്റി എനിക്കൊരു അഭിപ്രായ വ്യത്യാസം പറയാൻ എനിക്ക് സാധിക്കില്ല. ഇന്ന് ഇടതുപക്ഷത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി അദ്ദേഹം ശക്തനായ ഒരു ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പണ്ടുള്ള പോലെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു, ഘടകകക്ഷിയിൽ ഓരോരുത്തരും ഇരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം കടന്നു കൊടുക്കുന്ന അവസ്ഥ വന്ന് കേരളത്തിൻ്റെ ഭരണം എവിടെ കൊണ്ട് എത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയല്ലേ? അങ്ങനെയാണ് പിണറായി പെരുമാറുന്നത് എങ്കിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിന് കാനം ചാടിക്കളിച്ചപ്പോൾ പോലീസ് പത്തി മടക്കേണ്ടതല്ലേ? മടക്കിയില്ലല്ലോ. എന്തിന് കാനം? സാക്ഷാൽ VS കൊമ്പ് കുലുക്കിയില്ലേ? എന്നിട്ട് പിണറായി പോലീസ് കുലുക്കിയോ? ഇപ്പോൾ പിണറായിയുടെ ആണ് ആഭ്യന്തരം. അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് അച്യുതാനന്ദൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. അച്യുതാനന്ദൻ അദ്ദേഹം ഇന്ന് തുടങ്ങിയതല്ല, ലാവലിൻ കേസ് തൊട്ട് പിണറായി സഖാവിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതിൻ്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ രണ്ടാമതും ഉയർത്തിപ്പിടിച്ചിപ്പോൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തുമാകട്ടെ, പോലീസ് നയത്തെപ്പറ്റി എനിക്കാണെങ്കിൽ ഒരു ആക്ഷേപം പറയാൻ പറഞ്ഞു. നടേശ ഗുരുദേവന് പോലും ആക്ഷേപമില്ലാത്ത ഒരു നയത്തെ ആക്ഷേപിക്കാൻ പൊളിമിക്സിനും നിവർത്തിയില്ല. അതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നയം നേരിൽ കാണാം. പിന്നെ ആക്ഷേപമുണ്ടായിരുന്നത് മുസ്ലിം യൂത്ത് ലീഗിനും മറ്റുമാണ്. പോലീസ് യുവമോർച്ചയുടെ നയമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു അവരുടെ ആക്ഷേപം. അത് ശരിയല്ല, അല്ലേ അല്ല. സംശയമുണ്ടെങ്കിൽ കോട്ടയത്തേക്ക് നോക്കൂ. ജില്ലാ പഠിക്കണമെന്നാണ്. അപ്പൊ എല്ലാ തരത്തിലും തന്നെ ഒരു ഭാഗമായിട്ടാണ് 1/2 മണിക്കൂർ താമസിച്ചത്. പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ വിഷയം ഈ പട്ടികജാതി ഈ നാട്ടിൽ പൊതുജന വാർത്ത അതിന്റെ ഭാഗമായിട്ട് ഈ സമരം ഈ പ്ലാറ്റ്ഫോമിലേക്ക്
നാട്ടകം പോളിടെക്നിക്കിലെ റാഗിങ്ങിൽ പ്രതിഷേധിക്കാൻ ABVP-ക്കാർ സമരത്തിനൊരുങ്ങുകയാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ ഓഫീസിലേക്കാണ് മാർച്ച്. പോലീസുമായി ആദ്യമേ സംസാരിച്ച് ധാരണയിലെത്തിയ ശേഷം സമരത്തിലേക്ക് നീങ്ങുന്നു. ഒരു റൗണ്ട് കസർത്ത് നടത്തി ഒരടി പിൻവാങ്ങി മുദ്രാവാക്യം മുഴക്കി നിലയെടുത്തു നിന്നു. ഇനി ശ്രദ്ധിച്ചു കാണണേ. പട്ടികജാതി വകുപ്പിന്റെ ഓഫീസിലൂടെ നമുക്ക് മാർച്ച് കേട്ടില്ലേ? ABVP-ക്കാർ പോലീസുകാരോട് ചോദിക്കുന്നത് കേട്ടില്ലേ? നിനക്കൊക്കെ പിണറായി അല്ലടാ ശമ്പളം തരുന്നത് എന്ന്. അപ്പോൾ പിന്നെ പിണറായിയുടെ നയമല്ലേ പോലീസ് നടപ്പാക്കേണ്ടത്? ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം സാർ. ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പുറകിൽ വേറെ ആൾക്കാർ വരും. നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ മുന്നോട്ട് തടയാനുള്ള ഞങ്ങൾ ഉത്തരവാദിത്തമല്ലേ? ഈ പോലീസിനെയാണോ, ദേശസ്നേഹികളായ ഈ കുരുന്നുകളോട് പോലും ഇത്ര ക്രൂരമായി പെരുമാറുന്ന ഈ പോലീസിനെയാണോ BJP പോലീസ് എന്ന് ആക്ഷേപിക്കുന്നത്? ഛായ്, ലജ്ജാകരം, ലജ്ജാകരം. അങ്ങനെ കോഴിക്കോടൻ കോൺഗ്രസിലും തലമുറ മാറ്റം കഴിഞ്ഞു കേട്ടോ. ഏതോ കടുത്ത മത്സരത്തിൽ പടവെട്ടി ജയിച്ചു വരുന്ന ജേതാവിന് സ്വീകരിക്കുന്ന മട്ടിൽ കോഴിക്കോട്ടെ കോൺഗ്രസുകാർ T. സിദ്ദീഖിനെ ചുവന്ന പരവതാനി വിരിച്ചു സ്വീകരിച്ചു.
സിദ്ദീഖിനെ സ്വീകരിച്ചു എന്നാൽ KC അബു ഔട്ടായി എന്നർത്ഥം. ഈ 10 വർഷം മുമ്പ് ഞാൻ DCC പ്രസിഡന്റ് ആയ സന്ദർഭം ഞാൻ ഓർക്കുന്നു. അന്ന് ഈ ഒരു ഓഡിറ്റോറിയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓഫീസിന്റെ മുറ്റത്ത് ചെറിയ ഒരു സ്റ്റേജ് കെട്ടി പ്രവർത്തകർ ധാരാളം എത്തിയിരുന്നു. MM ഹസന്റെ സാന്നിധ്യത്തിൽ ഈ ജില്ലയുടെ പ്രസിഡന്റായി ഞാൻ ചുമതലയേറ്റു. അന്ന് പ്രവർത്തകന്മാരെനിക്ക് നൽകിയ സ്നേഹമായിട്ടും സ്വീകരണവും, ആ സ്വീകരണം കണ്ട് ആവേശം കൊണ്ട് ഞാനത് പറഞ്ഞു, ഈ ഭാഗവീ നിലയം പോലെയുള്ള ഓഫീസ് ഒന്ന് മാറ്റിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കും എന്ന് ചുമതലയേറ്റ സന്ദർഭത്തിൽ ഞാൻ പറയുകയുണ്ടായി. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം അന്ന് സുപ്രീം കോടതിയിൽ ഈ ഓഫീസിന്റെ കേസ് നിൽക്കുകയാണ്. ശങ്കരമക്കി വീരാൻകുട്ടി പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ DCCയുടെ കേസിന്റെ ഫയൽ വീരാൻകുട്ടി സാഹിബിനുണ്ട്. ഞാൻ DCC പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ വീരാൻകുട്ടി സാഹിബ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഈ കേസിന്റെ ഫയൽ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും, ഞാൻ ചുമതല എൻ്റെ കയ്യിൽ നിന്ന് ചുമതലയേൽക്കുന്ന T സിദ്ദീഖിന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ഫയലല്ല ഇരിക്കുന്നത്. ഈ DCC ഓഫീസ് ഇരിക്കുന്ന സ്ഥലം ശ്രീമതി സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ KC അബുവിന്റെ പേരിൽ എഴുതിയ ഒരാധാരം ഞാൻ സിദ്ദീഖിനെ ഏൽപ്പിക്കുകയാണ്. ആസ്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് അബു സാഹിബ് പടിയിറങ്ങുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിന് അറിയുന്ന പണി അദ്ദേഹം നന്നായി ചെയ്തു. എന്നെക്കാൾ ഭാഗ്യവാന്മാർ, കഴിവുള്ളവർ, ആത്മാർത്ഥതയോടുകൂടി പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ, അവർക്ക് ആർക്കും തന്നെ ലഭിക്കാത്ത ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ആ ആധാരത്തിലുള്ള ഫോട്ടോ എന്റെ ഫോട്ടോയാണ്. എത്ര കൊല്ലം കഴിഞ്ഞാലും ആരൊക്കെ ശ്രമിച്ചാലും ആ ആധാരത്തിലെ ഫോട്ടോ എന്റെ ഫോട്ടോ എടുത്തു മാറ്റാൻ കഴിയില്ല. ആധാരത്തിലെ ഫോട്ടോ പോരാ, അബു സാഹിബിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാൽ സ്റ്റാമ്പ് തന്നെ ഇറക്കേണ്ടതാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഹാള് ഇത് നമുക്ക് തന്നത് അബുവാണ്. ഏതായാലും ഇതുപോലൊരു ഹാള് നമുക്കൊരു അത്യാവശ്യം സമ്മേളനം നടത്താൻ ഇതുപോലൊരു ഹാള് നിർമ്മിച്ച് ഇതുപോലൊരു സൗകര്യം ഒരുക്കിയ അബുവിൻ്റെ ആ ദിനലക്ഷണത്തെ, ആ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി ഒത്തുകൊണ്ട് യുവാവായ സിദ്ദീഖിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യുവാക്കളുടെ മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി പ്രത്യേക താല്പര്യത്തിൽ വന്നു എങ്കിൽ തന്നെയും മുതിർന്ന ആളുകളുടെ അനുഗ്രഹം, അവരുടെ അംഗീകാരം, അവരുടെ പങ്കാളിത്തം പൂർണ്ണമായി ഉറപ്പുവരുത്തി അവരെയും യുവാക്കളെയും മുതിർന്നവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് സിദ്ദീഖിന് ഏറ്റെടുക്കാനുള്ളത്. സിദ്ദീഖ് അത് വിജയകരമായി മുന്നോട്ട് പോകും എന്ന പൂർണ്ണമായ വിശ്വാസം. സുധീരന്റെ വിശ്വാസം സുധീരനെ രക്ഷിക്കട്ടെ. അബു വളരെ സന്തോഷത്തോടുകൂടി, വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹത്തിന്റെ ചുമതല പ്രിയപ്പെട്ട സിദ്ദീഖിന് കൈമാറുകയാണ്. അതിന് അബു ക്ഷണിച്ചുകൊണ്ട്
10 കൊല്ലം DCC പ്രസിഡന്റായ KC അബുവിന് കഴിഞ്ഞിട്ടില്ല അണികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ. എന്നിട്ടല്ലേ ഇപ്പോൾ കയറി വന്ന T സിദ്ദീഖ് ഇരുത്തുന്നത്? ഇതേ പാർട്ടി വേറെയാണ്. കോൺഗ്രസ് പോലും ഇങ്ങനെ മാറുകയാണെങ്കിൽ ഒരു ദിവസം ഓർക്കാപ്പുറത്ത് പൊളിമിക്സും മാറിയേക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കർട്ടൻ താഴ്ത്തുന്നു. നന്ദി, നമസ്കാരം.